ഹലോ ഡിയേഴ്സ്, വെൽക്കം ടു ദ ക്ലാസ്. മഴത്തുള്ളി പിണക്കം. നല്ല മണ്ണ്, നല്ല വെള്ളം, നല്ല വായു. നന്നായി ജീവിക്കാൻ ഇവയൊക്കെ വേണം. മണ്ണും വെള്ളവും വായുവും മലിനമാവാതിരിക്കാൻ നമുക്ക് എന്തെല്ലാം ചെയ്യാം? അപ്പോൾ നല്ല മണ്ണ് വേണം, നല്ല വെള്ളം വേണം, നല്ല വായു വേണം നമുക്ക് ജീവിക്കാനായിട്ട്. അപ്പോൾ വായുവും വെള്ളവും മണ്ണും മലിനമാകാതിരിക്കാൻ നമുക്ക് എന്തെല്ലാം ചെയ്യാൻ കഴിയും എന്നാണ് ചോദിക്കുന്നത്. കാലവർഷത്തിൻ്റെ എഴുന്നള്ളത്ത്. ഒരു മിഥുന സായാഹ്നം. കാറിലും കറുപ്പിലും മറഞ്ഞ തെന്മല മരങ്ങൾ ചർച്ചയൊരുക്കി. ചിലർ പറഞ്ഞു സൂര്യനില്ല, ചിലർ പറഞ്ഞു സൂര്യൻ മരിച്ചു, ചിലർ പറഞ്ഞു മഴമേഘങ്ങളുടെ മറവിൽ അദ്ദേഹം ഇരിക്കുന്നു, നമ്മുടെ കണ്ണിൽ പെടുന്നില്ല, സൂര്യൻ ഉണ്ട്. തെന്മലക്കാറ്റു വരുന്നു, മഴ വരുന്നു, വലിയ മുത്തുമഴ. കാറ്റ്, മഴ, ഇടി, പാടവും റോഡും കലങ്ങിയ വെള്ളം കൈയടക്കി. മഴത്തുള്ളി പറഞ്ഞു, വൃത്തികെട്ട മനുഷ്യർ വൃത്തികേടാക്കി മുക്കിലിട്ട ഭൂമി, ആ ഓട്ടുപാത്രം നമുക്ക് തേച്ചു വെളുപ്പിക്കാം. മഴവെള്ളത്തിൽ തല ഒലുമ്പുന്ന വള്ളികൾ, തോർത്തു മാത്രമുടുത്ത മരങ്ങൾ, മലവെള്ളത്തിൽ ഒലിച്ചു വരുന്ന പെരുമ്പാമ്പായ കറുത്ത പാത. എഴുതിയിരിക്കുന്നത് പി കുഞ്ഞിരാമൻ നായരാണ്. കവിയുടെ കാൽപ്പാടുകൾ. തെന്മല മരങ്ങൾ എന്ന് പറഞ്ഞാൽ തെന്മലയിലെ മരങ്ങൾ എന്നാണ് അർത്ഥം. പി കുഞ്ഞിരാമൻ നായരുടെ കാലവർഷത്തിൻ്റെ എഴുന്നള്ളത്ത് എന്ന കവിത പ്രകൃതി ഭംഗിയും പരിസ്ഥിതി സന്ദേശവും നിറഞ്ഞതാണ്. മിഥുനമാസത്തിലെ ഒരു വൈകുന്നേരം കരിമേഘങ്ങളും കാറ്റും നിറയുമ്പോൾ കാറ്റിലുലയുന്ന മരങ്ങൾ സൂര്യനെ കാണാതെ വിഷമിക്കുന്നു. എന്നാൽ സൂര്യൻ മരിച്ചിട്ടില്ലെന്നും മേഘങ്ങൾക്കു പിന്നിൽ ഒളിച്ചിരിക്കുകയാണെന്നും അവ തിരിച്ചറിയുന്നു. തുടർന്ന് ഇടിയോടും മിന്നലോടും കൂടി മുത്തുമഴ പെയ്തിറങ്ങുന്നു. മനുഷ്യർ മാലിന്യങ്ങൾ തള്ളി അഴുക്കാക്കിയ ഈ ഭൂമിയെ ഒരു ഓട്ടുപാത്രം പോലെ തേച്ചുരച്ച് കഴുകി വൃത്തിയാക്കാനാണ് മഴത്തുള്ളി ആഗ്രഹിക്കുന്നത്. സ്വാർത്ഥരായ മനുഷ്യൻ നശിപ്പിക്കുന്ന പ്രകൃതിയെ മഴത്തുള്ളികൾ നിസ്വാർത്ഥമായി ശുദ്ധീകരിക്കുന്നു എന്ന വലിയൊരു സന്ദേശം ഈ കവിത നൽകുന്നു. മരങ്ങളെ ചർച്ച ചെയ്യുന്നവരായും തോർത്തുടുത്തവരായും ചിത്രീകരിച്ചിരിക്കുന്നത് കവിതയുടെ പ്രയോഗഭംഗി കൂട്ടുന്നു. ഇതിൽ പ്രധാന സന്ദേശം എന്ന് പറയുന്നത് നന്നായി ജീവിക്കാൻ മനുഷ്യന് ശുദ്ധമായ മണ്ണും വെള്ളവും വായുവും അത്യാവശ്യമാണ്. എന്നാൽ മനുഷ്യൻ പ്രകൃതിയെ മലിനമാക്കുമ്പോൾ പ്രകൃതി തന്നെ മഴയിലൂടെ ഭൂമിയെ ശുദ്ധീകരിക്കാൻ ശ്രമിക്കുന്നു എന്ന പരിസ്ഥിതി ബോധമാണ് ഈ പാഠഭാഗം നൽകുന്നത്. സായാഹ്നം എന്ന വാക്കിൻ്റെ അർത്ഥം നിഘണ്ടു നോക്കി കണ്ടെത്തൂ. സായാഹ്നം എന്ന വാക്കിൻ്റെ അർത്ഥം വൈകുന്നേരം അല്ലെങ്കിൽ അന്തിനേരം എന്നാണ്. മഴത്തുള്ളിയുടെ പിണക്കം സൂചിപ്പിക്കുന്ന വാക്യം കണ്ടെത്തൂ. എന്തിനാണ് മഴത്തുള്ളി പിണങ്ങിയത്? മഴത്തുള്ളിയുടെ പിണക്കം സൂചിപ്പിക്കുന്ന വരികൾ മഴത്തുള്ളി പിണങ്ങി എന്നാണ്. പിണങ്ങാനുള്ള കാരണം ഭൂമിയിലെ മനുഷ്യർ പ്ലാസ്റ്റിക്കും മാലിന്യങ്ങളും വലിച്ചെറിഞ്ഞ് പ്രകൃതിയെ മലിനമാക്കുന്നത് കണ്ടതുകൊണ്ടാണ് മഴത്തുള്ളി പിണങ്ങിയത്. മഴത്തുള്ളി എങ്ങനെയാണ് ഭൂമിയെ വൃത്തിയാക്കുന്നത്? ആകാശത്തു നിന്ന് ശക്തമായി പെയ്തിറങ്ങി ഭൂമിയിലെ പൊടിയും ചെളിയും കഴുകി തുടച്ചു മാറ്റി പ്രകൃതിയെ പച്ചപ്പുള്ളതാക്കി മാറ്റുന്നു. മഴത്തുള്ളിയുടെ വിഷമം മാറ്റാൻ നമുക്ക് എന്തെല്ലാം ചെയ്യാൻ കഴിയും? പ്ലാസ്റ്റിക് അവശിഷ്ടങ്ങൾ പ്രകൃതിയിൽ വലിച്ചെറിയാതിരിക്കുക, പരിസരവും ജലാശയങ്ങളും എപ്പോഴും വൃത്തിയായി സൂക്ഷിക്കുക, മരങ്ങൾ വെട്ടി നശിപ്പിക്കാതെ പുതിയ തൈകൾ നട്ടുപിടിപ്പിക്കുക. തെന്മല മരങ്ങൾ ചർച്ചയൊരുക്കി. കാറ്റത്തുലയുന്ന മരങ്ങളിൽ നിന്നുയരുന്ന ശബ്ദങ്ങളാണല്ലോ മരങ്ങളുടെ ചർച്ചയായി പറയുന്നത്. ഇതുപോലെ മറ്റെന്തെല്ലാം കാഴ്ചകളാണ് ഇതിൽ പറയുന്നത്? കണ്ടെത്തി എഴുതൂ. കവിതയിൽ മരങ്ങളുടെ ചർച്ച കൂടാതെ പ്രകൃതിയിലെ പ്രതിഭാസങ്ങളെയും കാഴ്ചകളെയും മനുഷ്യൻ്റെ പ്രവൃത്തികളോടും ഭാവങ്ങളോടും ഉപമിച്ച് അവതരിപ്പിച്ചിരിക്കുന്ന പ്രധാന കാഴ്ചകൾ താഴെ പറയുന്നവയാണ്. സൂര്യനെക്കുറിച്ചുള്ള തർക്കം. മരങ്ങൾ കാറ്റിലുലയുമ്പോൾ സൂര്യനെ കാണാത്തതിനാൽ സൂര്യനില്ല, സൂര്യൻ മരിച്ചുപോയി എന്ന് ചില മരങ്ങൾ സങ്കടപ്പെടുന്നതും എന്നാൽ സൂര്യൻ മരിച്ചിട്ടില്ലെന്നും അവൻ മഴമേഘങ്ങളുടെ മറവിൽ ഇരിക്കുകയാണെന്ന് മറ്റു ചില മരങ്ങൾ പറയുന്നതുമായ കാഴ്ച. മുത്തുമഴ. ആകാശത്തു നിന്ന് പെയ്തിറങ്ങുന്ന വലിയ മഴത്തുള്ളികളെ തിളങ്ങുന്ന വലിയ മുത്തുകളായി ചിത്രീകരിച്ചിരിക്കുന്ന കാഴ്ച. തോർത്തു മാത്രമുടുത്ത മരങ്ങൾ. മഴവെള്ളത്തിൽ തല കഴുകി വൃത്തിയാക്കുന്ന വള്ളികളെയും മഴ നനഞ്ഞ് ഇലകൾ ഒതുങ്ങി നിൽക്കുന്ന മരങ്ങളെ
തോർത്തു മാത്രം ഉടുത്തു നിൽക്കുന്ന മനുഷ്യരെ പോലെ ചിത്രീകരിക്കുന്ന കാഴ്ച. ഭൂമിയെ ഓട്ടുപാത്രമാക്കൽ. മനുഷ്യർ അഴുക്കാക്കി മാറ്റിയ ഭൂമിയെ കറുത്ത ഒരു ഓട്ടുപാത്രമായി സങ്കല്പിച്ച് മഴവെള്ളം കൊണ്ട് അതിനെ തേച്ചു മിനുക്കി വെളുപ്പാൻ മഴത്തുള്ളി ആഗ്രഹിക്കുന്ന കാഴ്ച. പെരുമ്പാമ്പായ കറുത്ത പാത. മലവെള്ളപ്പാച്ചിലിൽ റോഡിലൂടെ കുത്തിയൊലിച്ചു വരുന്ന ചെളിവെള്ളത്തെയും കറുത്ത വഴിയെയും ഇഴഞ്ഞു നീങ്ങുന്ന ഒരു വലിയ പെരുമ്പാമ്പായി ചിത്രീകരിക്കുന്ന കാഴ്ച. മഴത്തുള്ളിയെപ്പോലെ ഭൂമിയെ വൃത്തിയാക്കുന്നവർ വേറെയുമുണ്ട്. ചിത്രം വായിക്കൂ. കണ്ടില്ലേ ഒരു ചിത്രം തന്നിരിക്കുന്നത്? പ്ലാസ്റ്റിക് കൂനയാണ് കാണുന്നത് അല്ലേ? ആരാണ് അവിടെ പണിയെടുക്കുന്നത്? ഹരിതകർമ്മസേനയുടെ തൊഴിലാളികളാണ്. ചിത്രം ഇന്നിൻ്റെ കാഴ്ചകൾ. ശ്രീജ പള്ളം വരച്ചതാണ്. ചിത്രം വായിച്ചു കണ്ടെത്തിയ കാര്യങ്ങൾ പങ്കുവയ്ക്കൂ. എന്തൊക്കെയാണ് ചിത്രത്തിലുള്ളത്? ചിത്രത്തിൽ ഹരിതകർമ്മസേനാംഗങ്ങൾ ഒത്തൊരുമയോടെ ജോലി ചെയ്യുന്നു. അവർ വലിയൊരു മാലിന്യ കൂമ്പാരത്തിൽ നിന്ന് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ തരംതിരിക്കുന്നു. മഴത്തുള്ളിയെപ്പോലെ തന്നെ ഭൂമിയെ വൃത്തിയാക്കാൻ ഇവരും കഠിനമായി ശ്രമിക്കുന്നു. ഹരിതകർമ്മസേനാംഗങ്ങൾ ഇവ എവിടെ നിന്നാണ് ശേഖരിച്ചത്? വീടുകളിൽ നിന്ന്, കടകളിൽ നിന്ന്, റോഡരികുകളിൽ നിന്ന്, പൊതുസ്ഥലങ്ങളിൽ നിന്ന്. മൈനക്കൊരു കത്ത്. കാക്കത്തോട് 16/2024. പ്രിയപ്പെട്ട മൈനയ്ക്ക്, നിനക്കെന്നെ അറിയില്ലേ? ഇന്നലെ ട്രെയിനിൽ വെച്ച് നമ്മൾ പരിചയപ്പെട്ടതാണല്ലോ. അച്ഛൻ നിനക്ക് വാങ്ങിത്തന്ന ബിസ്ക്കറ്റിൻ്റെ കവറാണ് ഞാൻ. ബിസ്ക്കറ്റ് തിന്നുകഴിഞ്ഞ് നീ എന്നെ പുറത്തേക്കെറിഞ്ഞില്ലേ? കാറ്റിൽ പാറി നടക്കുമ്പോൾ എനിക്ക് ആദ്യം സന്തോഷമാണ് തോന്നിയത്. പക്ഷേ ഞാൻ ചെന്ന് വീണത് റെയിൽ പാളത്തിന് അരികിലുള്ള ഒരു തോട്ടിലാണ്. വെള്ളത്തിൽ ഞാൻ കുറേ ദൂരം രസിച്ചു നീന്തി. അതിനിടയ്ക്ക് തോട്ടിലേക്ക് ചാഞ്ഞു നിൽക്കുന്ന ഒരു മുളങ്കമ്പ് എന്നെ തടഞ്ഞു നിർത്തി. ഒറ്റപ്പെട്ടു പോയ എന്നെ മുളങ്കമ്പ് തൊട്ടു തലോടി. അപ്പോഴെനിക്ക് വലിയ ആശ്വാസം തോന്നി. നീ എനിക്കകത്തു ബാക്കി വെച്ച ബിസ്ക്കറ്റ് തുണ്ടുകൾ ഞാൻ കുഞ്ഞിപ്പരലിന് കൊടുത്തു. അത് തിന്നു കഴിഞ്ഞപ്പോഴേക്കും ഒഴുക്കിൽപ്പെട്ട് ചുളുങ്ങിപ്പോയ എൻ്റെ വയറ്റിൽ അവൾ കുടുങ്ങിപ്പോയിരുന്നു. മുളങ്കമ്പിൽ കുടുങ്ങിയ ഞാൻ അവളെ എങ്ങനെ രക്ഷിക്കാനാണ്? ഇനിയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇനിയെങ്കിലും എന്നെപ്പോലെയുള്ളവരെ നീ വഴിയിലേക്ക് വലിച്ചെറിയരുതേ. ഞങ്ങളെ കഴുകി സൂക്ഷിച്ചു വെച്ച് ഹരിതകർമ്മസേനാംഗങ്ങൾ വരുമ്പോൾ അവർക്ക് നൽകൂ. അവർ ഞങ്ങളെ ഉപകാരമുള്ള മറ്റെന്തെങ്കിലുമാക്കി മാറ്റും. നീ എന്നെ വലിച്ചെറിഞ്ഞതുകൊണ്ട് ഞാൻ മാത്രമല്ല, പരൽ മീനും അച്ഛനമ്മമാരിൽ നിന്ന് ഒറ്റപ്പെട്ടതിനാൽ സങ്കടത്തിലായി. ഇനിയെങ്കിലും ഞങ്ങളെപ്പോലെയുള്ളവരെ പുറത്തേക്ക് എറിയാതിരിക്കണേ. നിങ്ങളുടെ മണ്ണും വെള്ളവും ചുറ്റുമുള്ള ജീവികളും നശിച്ചു പോകാതിരിക്കട്ടെ. നിനക്ക് നന്മകൾ നേരുന്നു. സ്നേഹത്തോടെ ബിസ്ക്കറ്റ് കവർ. ബിസ്ക്കറ്റ് കവറിനും പരൽമീനിനും മാത്രമാണോ ഇത്തരത്തിൽ ദുരിതമനുഭവിക്കേണ്ടി വരിക? മറ്റൊരു ജീവിയോ വസ്തുവോ എഴുതാനിടയുള്ള കത്ത് തയ്യാറാക്കൂ. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഞാനൊരു പ്ലാസ്റ്റിക് കുപ്പിയാണ്. ദയവായി എന്നെ വഴിയിലും തോട്ടിലും വലിച്ചെറിയരുത്. ഞാൻ മണ്ണിലും വെള്ളത്തിലും കിടന്നാൽ പ്രകൃതി നശിക്കും. എന്നെ ഉപയോഗിച്ച ശേഷം ഹരിതകർമ്മസേനയ്ക്ക് കൊടുക്കുക എന്ന് പ്ലാസ്റ്റിക് കുപ്പി. ഇനിയൊരു ജീവിയുടെ കത്ത് നോക്കാം. കടലാമയുടെ കത്താണ്. പ്രിയപ്പെട്ട മനുഷ്യരെ, ഞാൻ ആഴക്കടലിൽ ജീവിക്കുന്ന ഒരു പാവം കടലാമയാണ്. ഒരു കാലത്ത് സ്വതന്ത്രമായി നീന്തി നടന്നിരുന്ന ഞങ്ങളുടെ കടൽ ഇന്ന് പ്ലാസ്റ്റിക് അവശിഷ്ടങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം വിശന്നു വലഞ്ഞപ്പോൾ കടലിലൂടെ ഒഴുകി വന്ന ഒരു പ്ലാസ്റ്റിക് കവർ കണ്ട് ഞങ്ങളുടെ പ്രിയപ്പെട്ട ഭക്ഷണമായ മഞ്ഞച്ചൊറിയാണെന്ന് കരുതി ഞാനത് വിഴുങ്ങി. ഇപ്പോൾ അതെൻ്റെ തൊണ്ടയിലും വയറ്റിലും കുടുങ്ങി ഞാൻ ശ്വാസമെടുക്കാൻ പോലും കഴിയാതെ കഠിനമായ വേദന അനുഭവിക്കുകയാണ്. എൻ്റെ പല കൂട്ടുകാരും പ്ലാസ്റ്റിക് വലകളിലും കവറുകളിലും കുടുങ്ങി ജീവൻ വെടിഞ്ഞു കഴിഞ്ഞു. നിങ്ങൾക്കരയിൽ വലിച്ചെറിയുന്ന പ്ലാസ്റ്റിക് കവറുകളും കുപ്പികളും ഒടുവിലെത്തിച്ചേരുന്നത് ഞങ്ങളുടെ ഈ കടലിലാണ്. ദയവായി നിങ്ങളുടെ സന്തോഷങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ ജീവനും ഈ കടലിൻ്റെ ഭംഗിയും നശിപ്പിക്കരുതേ എന്ന് കൈകൂപ്പി അപേക്ഷിക്കുന്നു. സ്നേഹത്തോടെ ഒരു കടലാമ. പ്ലാസ്റ്റിക്കിനു പുറമെ ഹരിതകർമ്മസേനാംഗങ്ങൾ എന്തെല്ലാം ശേഖരിക്കും? പൊട്ടിയ കുപ്പികളും കണ്ണാടികളും, പഴയ തുണികൾ, ഉപയോഗശൂന്യമായ ഇലക്ട്രോണിക് സാധനങ്ങൾ, പഴയ ചെരിപ്പുകളും ബാഗുകളും. ഹരിതകർമ്മസേനാംഗങ്ങളെ സ്കൂളിലേക്ക് ക്ഷണിക്കൂ. അവരോട് എന്തൊക്കെ ചോദിച്ചറിയാം. നിങ്ങൾ ശേഖരിക്കുന്ന പ്ലാസ്റ്റിക് എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത്?
പ്ലാസ്റ്റിക് കൊണ്ട് എന്തെല്ലാം പുതിയ സാധനങ്ങൾ ഉണ്ടാക്കാം. പിന്നെ ഞങ്ങളുടെ വീടുകളിൽ മാലിന്യങ്ങൾ എങ്ങനെയാണ് തരംതിരിക്കേണ്ടത്. 4-ാമത്തേത്, ഈ ജോലി ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്തെല്ലാം ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാറുണ്ട്. അടുത്തത് സ്കൂൾ ദിനപത്രമാണ്. പേര് മണിച്ചെപ്പ്. GLPS അരിമംഗലം. എന്താണ് ഹെഡിങ് നോക്കൂ. എൻ്റെ വിദ്യാലയം വൃത്തിയുള്ള വിദ്യാലയം. വെറുതെ വെറുതെ കളയരുതേ, ഒരൊറ്റ വറ്റും കളയരുതേ എന്നൊക്കെയാണ്. ഓരോ വറ്റും പദ്ധതി ആരംഭിച്ചു. അപ്പോൾ പ്രധാന വാർത്തയാണ് ഓരോ വറ്റും പദ്ധതി ആരംഭിച്ചു. അരിമംഗലം. പാഴാക്കി കളയുന്ന ഓരോ വറ്റും കുട്ടികളെ വിശപ്പിലേക്ക് തള്ളിവിടുന്നുണ്ടെന്ന് അരിമംഗലം ഗവൺമെൻറ് LP സ്കൂൾ ലീഡർ C. അലീന അഭിപ്രായപ്പെട്ടു. ഭക്ഷണം പാഴാക്കി കളയുന്നത് അവസാനിപ്പിക്കാനായി സ്കൂളിൽ ആരംഭിച്ച ഓരോ വറ്റും പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അലീന. ഒരു വറ്റുപോലും പാഴാക്കാതെ ഭക്ഷണം കഴിക്കുന്ന ശീലം എല്ലാ കുട്ടികളിലും വളർത്തുക എന്നതാണ് പദ്ധതിയുടെ ലക്ഷ്യം. സ്കൂളിൽ പ്രതിദിനം 5 കിലോയിലധികം ചോറും കറികളും പാഴാക്കി കളയുന്നുണ്ടെന്ന് പഠന പ്രവർത്തനത്തിൻ്റെ ഭാഗമായി കുട്ടികൾ കണ്ടെത്തിയിരുന്നു. അതേസമയം രാജ്യത്ത് ലക്ഷക്കണക്കിന് കുട്ടികൾ വേണ്ടത്ര ആഹാരം ലഭിക്കാതെ വലയുന്നുമുണ്ട്. ഈ സാഹചര്യത്തിലാണ് സ്കൂളിൽ ഓരോ വറ്റും പദ്ധതി ആരംഭിക്കുന്നത്. ഭക്ഷണം പാഴാക്കുന്നത് തടയുന്നതോടൊപ്പം സ്കൂളിലെ മാലിന്യ പ്രശ്നം പരിഹരിക്കാനും ഈ പദ്ധതി വഴി സാധിക്കുമെന്ന് PTA പ്രസിഡന്റ് P. സനോജ് പറഞ്ഞു. ഒരു മാസത്തിനകം ഭക്ഷണം പാഴാക്കാത്ത സ്കൂൾ എന്ന നേട്ടം കൈവരിക്കാനാവുമെന്ന് ഹെഡ് മിസ്ട്രസ് G. ഷീല അഭിപ്രായപ്പെട്ടു. ഉദ്ഘാടന യോഗത്തിൽ C. റീന സ്വാഗതവും KV. അരുൺ നന്ദിയും പറഞ്ഞു. അപ്പോൾ ഭക്ഷണം പാഴാക്കാതെ ഇരിക്കാൻ ഗവൺമെൻറ് LP സ്കൂൾ അരിമംഗലം തുടങ്ങിയ ഒരു പദ്ധതിയാണ് ഓരോ വറ്റും പദ്ധതി. ഉദ്ഘാടനം നിർവഹിക്കുന്നത് സ്കൂൾ ലീഡറായിട്ടുള്ള അലീനയാണ്. രാജ്യത്ത് ലക്ഷക്കണക്കിന് കുട്ടികൾ വേണ്ടത്ര ആഹാരം ലഭിക്കാതെ വലയുന്നുണ്ട്. ഈ സാഹചര്യത്തിലാണ് സ്കൂളിൽ ഓരോ വറ്റും പദ്ധതി ആരംഭിക്കുന്നത്. ഈ വാർത്ത വായിച്ചപ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് വന്ന ചിത്രങ്ങൾ, സംഭവങ്ങൾ, വാർത്തകൾ എന്നിവ എന്തെല്ലാം? ഭക്ഷണം കിട്ടാതെ വിശന്നു കരയുന്ന പാവപ്പെട്ട കുട്ടികളുടെ മുഖം, സ്കൂളുകളിലും കല്യാണ വീടുകളിലും ഭക്ഷണം വേസ്റ്റ് ബോക്സിൽ കളയുന്ന കാഴ്ചകൾ, അമ്മമാർ ഏറെ കഷ്ടപ്പെട്ട് നമുക്കായി ഭക്ഷണം പാകം ചെയ്യുന്നത്, പത്രങ്ങളിൽ കാണാറുള്ള പട്ടിണി മരണങ്ങളുടെ വാർത്തകൾ, ഇതൊക്കെയാണ് മനസ്സിലേക്ക് വന്നത്. ഈ സ്കൂളിൻ്റെ മാതൃകയിൽ നിങ്ങളുടെ സ്കൂളിൽ എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യാൻ കഴിയുക? ചർച്ച ചെയ്യൂ. നമ്മുടെ സ്കൂളിൽ ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഓരോ വറ്റും പദ്ധതി നമ്മുടെ സ്കൂളിലും തുടങ്ങാം. ഭക്ഷണം പാഴാക്കില്ല എന്ന് എല്ലാവരും ചേർന്ന് പ്രതിജ്ഞയെടുക്കാം. ആവശ്യത്തിനു മാത്രം ഭക്ഷണം പ്ലേറ്റിൽ വിളമ്പാൻ കുട്ടികളെ ശീലിപ്പിക്കാം. ഭക്ഷണം കളയുന്നതിൻ്റെ ദോഷങ്ങളെക്കുറിച്ച് ക്ലാസുകളിൽ പറഞ്ഞുകൊടുക്കാം. ഓരോ വറ്റും പദ്ധതി പോലെ മറ്റൊരു സ്കൂളിൽ ശുചിത്വ സന്ദേശ പോസ്റ്ററുകൾ തയ്യാറാക്കി ഒട്ടിക്കുന്ന പ്രവർത്തനമാണ് നടന്നത്. അവർ തയ്യാറാക്കിയ പോസ്റ്ററുകൾ നോക്കൂ. പോസ്റ്ററുകൾ തയ്യാറാക്കി വീട്ടിലും പൊതുസ്ഥലങ്ങളിലും പ്രദർശിപ്പിക്കൂ. അപ്പോൾ ഓരോ വറ്റും പദ്ധതി പോലെ തന്നെ മറ്റൊരു സ്കൂളിൽ നടന്നത് ശുചിത്വ സന്ദേശ പോസ്റ്ററുകൾ തയ്യാറാക്കി ഒട്ടിക്കുന്ന പ്രവർത്തനമാണ്. നോക്കൂ ആ പോസ്റ്ററുകൾ. എൻ്റെ വീട് വൃത്തിയുള്ള വീട്. ചപ്പും ചവറും വാരിയെറിഞ്ഞ് ചന്തമകന്നൊരു നാടാക്കരുതേ. കൈകോർക്കൂ മാലിന്യമുക്ത കേരളത്തിനായി. ഇനി വീട്ടിൽ വയ്ക്കാവുന്ന പോസ്റ്റർ ഉണ്ടാക്കാൻ പറഞ്ഞിട്ടുണ്ട്. എൻ്റെ വീട് വൃത്തിയുള്ള വീട്. മാലിന്യങ്ങൾ വലിച്ചെറിയരുത്. ഡസ്റ്റ്ബിന്നിൽ മാത്രം ഇടുക. ആവശ്യത്തിനു മാത്രം വിളമ്പുക. ഭക്ഷണം പാഴാക്കാതിരിക്കുക. വൃത്തിയുള്ള വീട്, ആരോഗ്യത്തിന് ഉറപ്പ്. കണ്ടില്ലേ ചില പോസ്റ്ററുകൾ? മാലിന്യം വേർതിരിക്കൂ. ഭക്ഷണാവശിഷ്ടങ്ങൾ പച്ച ബിന്നിലും പ്ലാസ്റ്റിക് ചുവന്ന ബിന്നിലും. കമ്പോസ്റ്റ് ചെയ്യൂ. വീട്ടിലെ ജൈവമാലിന്യം വളമാക്കാം. പരിസരം വൃത്തിയായി സൂക്ഷിക്കുക. പ്ലാസ്റ്റിക് ഒഴിവാക്കുക. ആരോഗ്യമുള്ള വീട്, സന്തോഷമുള്ള നാട്. ഇനി പൊതുസ്ഥലത്ത് വയ്ക്കാവുന്നവ. കൈകോർക്കാം മാലിന്യമുക്ത നാടിനായി. പ്ലാസ്റ്റിക് മാറ്റൂ. പ്രകൃതിയെ രക്ഷിക്കൂ. വഴിയരുകിൽ മാലിന്യം തള്ളരുത്. നാടിനെ ശുദ്ധമായി സൂക്ഷിക്കുക. ഓരോ വറ്റും വിലപ്പെട്ടതാണ്. ഒട്ടും പാഴാക്കരുത്. പരിസര ശുചിത്വം നാടിൻ്റെ ഐശ്വര്യം.
പൊതുസ്ഥലങ്ങൾ സുന്ദരമാക്കാം, വൃത്തിയാക്കാം. പോസ്റ്റർ നോക്കൂ. മാലിന്യം വേർതിരിക്കൂ. നഗരസഭാ ബിന്നുകൾ ഉപയോഗിക്കൂ. നമ്മുടെ പൂന്തോട്ടം നമ്മുടെ വളം. പരിസരം വൃത്തിയാക്കാം, എല്ലാവരും ഒന്നിച്ചാകാം. പൊതു ഇടങ്ങൾ നന്നാക്കാം, നാടിനെ പ്രകാശിപ്പിക്കാം. ഓക്കെ ഡിയേഴ്സ്, പാഠം നന്നായി വായിച്ച് പഠിക്കണം, പ്രവർത്തനങ്ങൾ ചെയ്യണം. മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക് യു.